മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് റബ്ബ് പറഞ്ഞു, ഇബ്രാഹിം കഅബ ഒന്ന് പുതുക്കി പണിയണം. മകൾ ഇസ്മായിൽ നബിയോടൊപ്പം കഅബയുടെ പല ഭാഗങ്ങളും കല്ല് ചുമന്ന് ചെറിയ വിരിപ്പിലേക്ക് കല്ല് വെച്ച് അത് ചുമന്നെടുത്ത് കൃത്യമായി ആ കഅബയുടെ ഒരു രൂപം അല്ലെങ്കിൽ ഒരു കോലം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഉണ്ടാക്കി. ഇബ്രാഹിം നബി അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബേ, ഇത്രയേറെ ഞാൻ കഷ്ടപ്പെട്ട് ഞാനും കുടുംബവും ഉണ്ടാക്കിയ ഇതിനെ ജനങ്ങൾ അവഗണിക്കുകയും മറന്നുകളയുകയും ചെയ്യുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു റബ്ബേ. അള്ളാഹുവിന്റെ കൽപ്പന വന്നു, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്. ഇല്ല ഇബ്രാഹിം, എന്നെന്നും താങ്കൾ ഓർക്കാൻ വേണ്ടി ആ കഅബയെ ഞാനൊരു അടയാളമാക്കും. ഹജ്ജ് എന്ന കർമ്മം കൊണ്ട് ഞാൻ ജനങ്ങളെ ആ കഅബയിലേക്ക് എത്തിക്കും. അങ്ങനെ ഇബ്രാഹിം നബിക്ക് അള്ളാഹു കൊടുക്കാനുള്ള കാരണം, ഈ കഅബാലയം നിർമ്മിച്ച ഉടനെ റബ്ബ് പറഞ്ഞ സമയം, റബ്ബ് പറഞ്ഞ സ്ഥലത്ത്, റബ്ബിന്റെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച ആ കഅബാലയം ഉണ്ടാക്കിയ ഉടനെ തന്നെ ഇബ്രാഹിം നബി പറഞ്ഞു, റബ്ബനാ തഖബ്ബൽ മിന്നാ, ഇത് സ്വീകരിക്കണട്ടോ റബ്ബേ. ഈ പറഞ്ഞിട്ടാ ഞാൻ ഇത് ചെയ്ത്, നീ പറഞ്ഞ രീതിയിലാണ് ഞാൻ ചെയ്ത്, നീ അത് കണ്ടോണ്ടിരിക്കുന്നവനാണെന്നും എനിക്കറിയാം. എന്നാലും റബ്ബേ തഖബ്ബൽ മിന്നാ, നീ എന്നിൽ നിന്ന് ഇത് സ്വീകരിക്കണം. നമ്മൾ ഈ നോമ്പ് നോൽക്കുന്നത് റബ്ബിനാ, നമ്മൾ നോമ്പുകാരനാണോ എന്നറിയുന്നതും റബ്ബിനാ, നമ്മൾ ചെയ്യുന്ന സർവ്വ അമലുകളും റബ്ബിനാ എന്ന് കരുതി ഇത് സ്വീകരിച്ച് ഉറപ്പാ റബ്ബിന് സ്വീകരിക്കും എന്നുറപ്പില്ല. അവിടെ നമ്മൾ പ്രാർത്ഥിക്കണം ഓരോ സെക്കൻഡും, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. റബ്ബേ, നീ ഇത് സ്വീകരിക്കണം നാഥ, നീയാണ് എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും, നീയായതുകൊണ്ട് റബ്ബേ എന്നിൽ നിന്നും നീ അത് സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ നമ്മൾ നമ്മളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം, നോമ്പൊരിക്കലും വയറിന്റേതല്ല, അത് മനസ്സിന്റേതാവണം. സാന്ദർഭികമായിട്ട് പറയുകയാ, ആക്ഷേപിക്കലോ വളരുന്ന തലമുറയോടുള്ള വെറുപ്പോ കുറ്റപ്പെടുത്തലോ ആയിട്ടിന്റെ വാക്കിനെ കാണരുത്. നമ്മൾ ഓരോ തെരുവോരങ്ങളിലും ഭക്ഷണങ്ങൾ ഏറെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ 3 മാസത്തിന്റെ ഇടയ്ക്ക് ലോകത്ത് മറ്റെവിടെയും ഇല്ലാത്ത നിലക്ക് വൃക്കരോഗികളും ആമാശയ ക്യാൻസറിന്റെയും ഹബ്ബായി മാറി നമ്മളെ ജില്ല. പലരും വായിച്ചിട്ടുണ്ടാവില്ല, യൂറോപ്യൻ രാജ്യത്തുള്ള 10ഓളം കമ്പനികൾ കേരളത്തിലെ മലബാർ മേഖലകളിലുള്ള 12ഓളം സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റലുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അത്രയേറെ വൃക്കരോഗികളും ആമാശയ ക്യാൻസറുകളും ഉദര രോഗങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു അനിയന്മാരോട്, ഒരു കുടുംബത്തോട് പറയുന്നത് പോലെ സൂചിപ്പിക്കുകയാണ്. ഓരോരുത്തരും അവനവന്റെ ലാഭം മാത്രം നോക്കി പലതും പുരട്ടി വെക്കുമ്പോ ഒഴിഞ്ഞ വയറിലേക്കും നിറഞ്ഞ വയറിലേക്കും പട്ടിണി കിടക്കുന്ന വയറിലേക്കും അതിന്റെ ഒരു നിയമത്തിനനുസരിച്ച് പോകുന്ന ശാരീരിക അവസ്ഥയിലേക്കും മനുഷ്യന്റെ ആമാശയങ്ങൾ ദ്രവിപ്പിച്ച് കളയുന്ന പലതും വാങ്ങി തിന്ന് രാവ് വെളുപ്പിക്കുമ്പോ, രാവ് പകലാക്കുമ്പോ ഓർമ്മിക്കണം, ഇതൊക്കെ ഈ ദുനിയാവിൽ നമ്മൾ വരുത്തിവെച്ച ഫിത്ന കൊണ്ട് ഇസ്ലാമും ഇസ്ലാമിലെ ഇബാദത്തുകളും നശിച്ചു തുടങ്ങിയിട്ടുള്ളൂ. റബ്ബിനെ കൊണ്ടും റബ്ബ് കൽപ്പിച്ചതിനെ കൊണ്ടും ഇസ്ലാം നശിച്ചിട്ടില്ല, ഇസ്ലാം ഇടങ്ങേറായിട്ടുമില്ല.